സർ, ബ്രാൻഡ് കേരളം, സുഗന്ധവ്യഞ്ജനങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ആയുർവേദ കൂട്ടുകൾ, കശുവണ്ടി, കയർ എന്നീ കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ലോകപ്രശസ്തമാണ്. എന്നിരുന്നാലും അവ പലപ്പോഴും ആഗോള വിപണികളിൽ ഇടനിലക്കാരുടെ ലേബലുകളിലാണ് എത്തുന്നത്. ഇതുവഴി കേരളത്തിലെ ഉൽപ്പാദകർക്ക് അർഹിക്കുന്ന മൂല്യം ലഭിക്കാതെ വരുന്നു. ഇതിനു പരിഹാരമായി ഈ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഗുണനിലവാരവും ബ്രാൻഡിങ്ങും ഉറപ്പുവരുത്താൻ ഒരു സമഗ്രമായ വിപണി വികസന സംരംഭമായ ബ്രാൻഡ് കേരളം സർക്കാർ ആരംഭിക്കും. ഓരോ മലയാളിയെയും കേരളത്തിൻ്റെ മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രേരിപ്പിക്കും വിധം അഭിലഷണീയ മൂല്യം, അതായത് ആസ്പിറേഷണൽ വാല്യൂ പ്രദാനം ചെയ്യുന്നതായിരിക്കണം അവ. ഗുണനിലവാരവും ആധികാരികതയും ഉറപ്പു നൽകുന്ന ഒരു സർട്ടിഫിക്കേഷൻ ചട്ടക്കൂടായ കേരള മാർക്ക് വികസിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി ഒരു പ്രത്യേക സംവിധാനമുണ്ടാകും. ഈ സർട്ടിഫിക്കേഷൻ ഉപഭോക്തൃ ആത്മവിശ്വാസം ശക്തിപ്പെടുത്തുകയും ആഭ്യന്തര അന്തർദേശീയ വിപണികളിൽ ഉടനീളം കേരളത്തിലെ ഉൽപ്പാദകർക്ക് വിപണിയിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. സർ, ഫിഷറീസ് സപ്ലാൻ, മത്സ്യലഭ്യതയിലുള്ള കുറവ്, കാലാവസ്ഥാ വ്യതിയാനം, തൊഴിലിടങ്ങളിൽ അപകടങ്ങൾ, ഉയർന്ന ഇന്ധനവില, വിലയിൽ അസ്ഥിരത എന്നിവ മൂലം മത്സ്യമേഖലയും മത്സ്യത്തൊഴിലാളികളും പ്രതിസന്ധിയിലാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ഈ വിഭാഗത്തിന് പദ്ധതി നിർവഹണത്തിൽ ഒരു ഫിഷറീസ് സപ്ലാൻ ആവിഷ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും നിലവിൽ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും വിദേശ പഠനത്തിനും സഹായം നൽകും. വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് റെസ്ക്യൂ ബോട്ടുകളും വനിതകൾക്ക് മത്സ്യവിപണനത്തിന് സഹായകമായി ഷീ സ്കൂട്ടറുകളും അനുവദിക്കും. മിഷൻ സമുദ്രയുടെ ഭാഗമായി പോർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളിൽ പ്രത്യേകമായ പരിഗണന അവർക്ക് ഉറപ്പാക്കും. സർ, കേരള അർബൻ ഗ്രോത്ത് മിഷൻ, കേരളം ഇന്ന് അതിവേഗ നഗരവൽക്കരണ പാതയിലാണ്. ഈ വളർച്ച സാമ്പത്തികമായി ശക്തവും പരിസ്ഥിതി സൗഹൃദവുമായ ആഗോള മത്സരക്ഷമതയുള്ള നഗരങ്ങളാക്കി മാറ്റേണ്ടതുണ്ട്. ഇതിനായി കേരള അർബൻ ഗ്രോത്ത് മിഷൻ എന്ന സമഗ്ര പദ്ധതിക്ക് രൂപം നൽകിയാണ്. സാർ, ഇതിനായി 100 കോടി രൂപ വകയിരുത്തുന്നു. നഗരങ്ങളിലെ പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും സമഗ്രമായ മഴവെള്ള നിയന്ത്രണ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ശാസ്ത്രീയ മാലിന്യ സംസ്കരണം നടപ്പിലാക്കുന്നതിനും പ്രാധാന്യം നൽകും. ഇതിനെല്ലാമായി അർബൻ ചാലഞ്ച് ഫണ്ട് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തും. കൂടാതെ നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനും ഭരണ സംവിധാനം പ്രൊഫഷണലാക്കുന്നതിനുമായ പരിഷ്കാരങ്ങളും നടപ്പിലാക്കും. യൂണിഫൈഡ് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി തിരുവനന്തപുരത്തും കോഴിക്കോടും സ്ഥാപിക്കും. കൊച്ചിയിൽ നിലവിലുള്ള അതോറിറ്റിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും. സർ, ഇനി സിനിമയാണ്. മലയാള സിനിമ മേഖലയെ വികസിപ്പിക്കാൻ സർക്കാർ സമഗ്ര പദ്ധതികൾ തയ്യാറാക്കും. ഇതിൻ്റെ ഭാഗമായി JC ഡാനിയൽ ഇൻ്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കും. സിനിമയ്ക്ക് വ്യവസായ പദവി നൽകൽ, അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനായി സ്ഥിരമായ വേദി സൃഷ്ടിക്കൽ, ആൻറ്റി പൈറസി സെല്ലുകൾ രൂപീകരിക്കൽ, ദേശീയ അന്താരാഷ്ട്ര സിനിമാ നിർമ്മാണത്തെ ആകർഷിക്കുന്നതിന് അനുയോജ്യമായ അന്തരീക്ഷം രൂപപ്പെടുത്തൽ എന്നിവ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. ഇതിനായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, MT വാസുദേവൻ നായർ സ്മാരക കൾച്ചറൽ പാർക്ക് ലോകം ഡിജിറ്റൽ സംസ്കാരത്തിൻ്റെ സ്വാധീന വലയത്തിലായതോടെ നമ്മുടെ സാംസ്കാരിക തനിമ ഭീഷണി നേരിടുകയാണ്. കേരളത്തിൻ്റെ തനത് കലാ സാംസ്കാരിക മേഖലയെ സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമായി യശസ്വതീയനായ MT വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് ഒരു കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കും. ഇവിടെ കഥകളി, കൂത്ത്, തുള്ളൽ, തെയ്യം, ഒപ്പന, മാപ്പിളപ്പാട്ട്, മർഗംകളി, അയിനിപ്പാട്ട്, ഗോത്രകലാരൂപങ്ങൾ എന്നിവ അവതരിപ്പിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാകും. ജെൻസി കുട്ടികളുടെ ഷോർട്ട് ഫിലിമുകൾ, ചെറുപ്പക്കാരുടെ ഡോക്യുമെൻ്ററികൾ പ്രദർശിപ്പിക്കുന്നതിനും നൃത്ത സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഇതിനു പുറമെ സിനിമാ തിയേറ്ററുകൾ, ലൈബ്രറി, ആർട്ട് ഗാലറി, ചരിത്ര മ്യൂസിയം, സാഹിത്യ ഭാഷാ മ്യൂസിയം, എഴുത്തുകാരുടെയും മറ്റു പ്രതിഭാശാലികളുടെയും ശബ്ദ മ്യൂസിയം, കുട്ടികൾക്കും വയോജനങ്ങൾക്കും പ്രത്യേക ഇടങ്ങൾ, വിശ്രമവേളകൾ കുടുംബമായി ചെലവഴിക്കുന്നതിനുള്ള ഇടം, ഫുഡ് കോർട്ടുകൾ, ബുക്ക് ഷോപ്പുകൾ, ആർട്ട് മെറ്റീരിയൽ ഷോപ്പുകൾ, ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൗസുകൾ, ഡോർമിറ്ററികൾ എന്നിവ സജ്ജീകരിക്കും. കലാസാഹിത്യ ആസ്വാദകർക്കും വിദ്യാർത്ഥികൾക്കും ഒരു വിനോദ വിജ്ഞാന കേന്ദ്രമായി ഇത് മാറും. ഇതിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. ഈ കൾച്ചറൽ പാർക്കിൻ്റെ നടത്തിപ്പിനായി കൾച്ചറൽ ടൂറിസം ട്രസ്റ്റ് രൂപീകരിക്കും. സർ, മൺമറഞ്ഞ പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ പേരിൽ തൃശ്ശൂരിൽ ഒരു പുതിയ മ്യൂസിക് അക്കാദമി ആരംഭിക്കും. ഇതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു.